അദ്ദേഹം വായിക്കുന്നത് ഈ ഫത്വയാണ് താനും. അത്രയും വലിയ വൈരുദ്ധ്യം നമ്മളവിടെ കണ്ടു. ശേഷം ചോദ്യോത്തര സെഷനാണല്ലോ നടന്നത്. ആ ചോദ്യോത്തര സെഷനിൽ 5 ചോദ്യം അങ്ങോട്ടും 5 ചോദ്യം ഇങ്ങോട്ടുമുള്ള രൂപത്തിലാണ് സംവിധാനിച്ചത്. 5 മിനിറ്റ് ചോദ്യവും 10 മിനിറ്റ് ഉത്തരവും നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. യഥാർത്ഥത്തിൽ അവരുടെ ചോദ്യ സമയത്ത് കൃത്യമായ ഒരു ചോദ്യം പോലും മര്യാദയ്ക്ക് ചോദിക്കാൻ കഴിയാത്ത വിധമാണ് അവർ ആ 5 ചാൻസും അവർക്ക് വിനിയോഗിക്കേണ്ടി വന്നത് എന്നതും ഇത് കണ്ട ആളുകൾക്ക് ബോധ്യമായി. ഓരോ സമയത്തും ചോദിക്കുന്ന സമയത്ത് ആദ്യം അവർ ചോദിച്ചു, വസീയത്തു ഷിർക്കായ സഹായാത്രയുണ്ട്, ഷിർക്കായ സഹായാത്രയുണ്ട് എന്നാണല്ലോ നിങ്ങൾ വാദമായി രേഖപ്പെടുത്തിയത്. എങ്കിൽ അതിൽ പരിശുദ്ധ ഖുർആനിൽ ആയത്ത് ഉദ്ധരിക്കാമോ എന്നവർ ചോദിക്കുകയും അതേ ഉദ്ധരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായി സൂറത്തുൽ അൻആമിലെ 128-ാമത്തെ ആയത്ത് നാം ഉദ്ധരിക്കുകയും ചെയ്തു. നാം അവിടെ പറഞ്ഞു 3 ആയത്തുകൾ നമ്മൾ ഉദ്ധരിക്കുന്നു. അതിൽ 2 ആയത്ത് ഷിർക്കായ ഇസ്തിആനത്തെ സൂചിപ്പിക്കുന്നു. ഒന്ന് സൂറത്തുൽ ഫാത്തിറിലെ ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅകും എന്ന് തുടങ്ങുന്ന 13-14 വചനങ്ങൾ അവിടെ ഷിർക്കായതാണ് പഠിപ്പിച്ചത്. അതേപോലെ അളല്ലു മിമ്മൻ യദ്ഉ മിൻ ദുനില്ലാഹ് എന്ന സൂറത്തുൽ അഹ്ഖാഫിലെ ആയത്ത് അവിടെയും ഷിർക്കായതാണ് ഖുർആൻ എടുത്തു പറഞ്ഞത്. എന്നാൽ അൻആം സൂറത്തിലെ റബ്ബനസ്തംതഅ ബഅദുനാ ബിബഅദിൻ എന്ന ഭാഗം ഉൾക്കൊള്ളുന്ന 128-ാമത്തെ വചനം അതിൽ ഷിർക്കായ ഇസ്തിംതാഉം ഷിർക്കല്ലാത്ത ഇസ്തിംതാഉം 2 തരം ഇസ്തിംതാ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ആ ഒരു ആയത്തുള്ളത് എന്ന് കൃത്യമായി പറയുകയും ശേഷം ഈ ആയത്തിനെ അങ്ങനെ വിശദീകരിച്ച അങ്ങനെ വ്യാഖ്യാനിച്ച സ്വഹാബിയെ വേണോ, താബിഇയെ വേണോ, താബിയെ വേണോ, തഫ്സീർ വേണോ ചോദിച്ചോളൂ, പറയാം എന്ന് 1-ാമത്തെ ചാൻസിൽ നമ്മൾ വ്യക്തമാക്കുകയും ചെയ്തു. ശേഷം നാസസുലമി പറഞ്ഞത് നിങ്ങൾ കേട്ടു. തഫ്സീർ വേണോ ചോദിക്കണം എന്നാണ്, അതേപോലെ സ്വഹാബിയെ ചോദിക്കണമെന്നാണ്. അത് എൻ്റെ ചോദ്യമല്ല, ഞാൻ ചോദിക്കുന്നില്ല എന്ന് പറയുകയും എന്നാൽ അടുത്ത ചാൻസിൽ പിന്നെ അയാൾ അതേ ചോദ്യം ഉന്നയിക്കുകയും ചെയ്തു. അവിടെ കൃത്യമായി വിശദീകരിച്ച സ്വഹാബിയെ നമ്മൾ പറഞ്ഞു, ഇബ്നു അബ്ബാസ് തങ്ങളെ പറഞ്ഞു, തഫ്സീർ ഖുർത്തുബി പറഞ്ഞു, ഇനി താബിഇയും താബിയും വേണോ ചോദിക്കൂ, ഞാൻ പറയാമെന്ന് പറഞ്ഞു. പക്ഷെ അയാൾ ചോദിച്ചില്ല. യഥാർത്ഥത്തിൽ എന്താണ് സഹോദരന്മാരെ ആ ഒരു ആയത്ത്? സംവാദം കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് പിടിച്ചു നിൽക്കാനാവില്ല എന്ന് ബോധ്യമായപ്പോൾ ഇപ്പോൾ ഫേസ്ബുക്കിലൂടെയും ഫേസ് ഇല്ലാത്ത ബുക്കിലൂടെയും എല്ലാം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എന്താ, കാന്തപുരം മുസ്ലിയാർ ആയത്ത് വ്യാഖ്യാനിച്ചതുപോലെ, നൗഷാദ് ഹസനി ആയത്ത് വ്യാഖ്യാനിച്ചതുപോലെ ഇതാ ഫൈസൽ മുസ്ലിയാരും ആയത്ത് വ്യാഖ്യാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ കുപ്രചാരണങ്ങൾ. അവർ പ്രചരിപ്പിക്കട്ടെ, ഇൻഷാ അല്ലാഹ് ആളുകൾ ആ ആയത്ത് പഠിക്കട്ടെ, അവരതിന് വിശദീകരണം അന്വേഷിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് അതേക്കുറിച്ച് പ്രതികരിക്കാനുള്ളൂ. യഥാർത്ഥത്തിൽ എന്താണ് വസ്തുത? വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അൻആമിലെ ആ ഒരു വചനം അവിടെ പല തരത്തിലുള്ള ഇസ്തിംതാഴുകളെ ഒന്നിച്ച് പഠിപ്പിക്കുന്ന വചനമാണ്. ആയത്തിറങ്ങിയത് പിശാചിനെ പൂജിക്കുന്ന, ജിന്നുകളെ ആരാധിക്കുന്ന, അവരെ മിത്രങ്ങളായി കാണുന്ന ജ്യോത്സ്യന്മാരും ഗണിതക്കാരും സാഹിര്യങ്ങളുമായ ആളുകളെ കുറിച്ച് തന്നെയാണ് ആ വചനത്തിന്റെ അവതരണം. അഥവാ അവർ ജിന്നുകളെ ആരാധിക്കുകയും ജിന്നുകളെ പൂജിക്കുകയും ജിന്നുകൾക്ക് ദിവ്യത്വം കൽപ്പിക്കുകയും ചെയ്തിരുന്ന ആളുകൾ അവർ നാളെ പരലോകത്ത് വരുമ്പോൾ അള്ളാഹുവിന്റെ മുമ്പിൽ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ അവരും ഈ ആരാധിച്ച ജിന്നുകളും പരസ്പരം കണ്ടുമുട്ടുകയും അവിടെ ഇവര് പറയുന്ന വിലാപമാണ് അള്ളാഹു അവിടെ പറയുന്നത്. ആ വിലാപത്തിൽ അവര് പറയുന്ന വാക്കെന്താ? റബ്ബനസ്തംതഅ ബഅദുനാ ബിബഅദിൻ വബലഗ്നാ അജലനാ അല്ലദീ അജ്ജൽത ലനാ. റബ്ബേ, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപകാരമെടുത്തു റബ്ബേ, ഇപ്പോൾ ഞങ്ങളുടെ അവധിയെത്തി, ഞങ്ങൾ ഇതാ ഇവിടെ വന്നിരിക്കുന്നു എന്നവർ പറയുമെന്നും റബ്ബ് തിരിച്ചു പറയും, നിങ്ങളുടെ വാസസ്ഥലം, നിങ്ങളുടെ സങ്കേതം നരകമാണ്, നിങ്ങൾ ശാശ്വതരാണ്, ഇല്ലാ മാഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചത് ഒഴികെ എന്നാണല്ലോ ആയത്തിന്റെ പ്രസക്ത ഭാഗം. അപ്പൊ ഇവിടെ ഈ ഇസ്തിംതാഴ്, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഉപകാരമെടുക്കൽ, ഇത് ഏതെല്ലാം തരത്തിലുണ്ട്? ഷിർക്കായത് മാത്രമുള്ളൂവെന്നാണോ, അല്ലാത്ത വല്ലതുമുണ്ടോ? ഉണ്ട് എന്ന കാര്യത്തിൽ മുസ്ലിം ലോകത്ത് ഒരാൾക്കും ഇന്നേ തർക്കമില്ല. സ്വഹാബത്തിന് തർക്കമില്ല, താബിഈങ്ങൾക്ക് തർക്കമില്ല, തബഉത്താബിക്ക് തർക്കമില്ല, ഖുർആൻ വ്യാഖ്യാതാക്കൾക്ക് ആർക്കും തർക്കമില്ല. നമ്മുടെ നാട്ടിലെ മലയാളത്തിൽ പുസ്തകം എഴുതിയ നമ്മുടെ നേതാക്കന്മാർക്ക് പോലും ആ വിഷയത്തിൽ തർക്കമുണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ആ വചനം നാം അവിടെ ഉദ്ധരിച്ചത്. ഒരിക്കലും അത് ദുർവ്യാഖ്യാനമല്ല. മാത്രവുമല്ല, ഈ ആയത്ത് ഞാൻ ദുർവ്യാഖ്യാനിച്ച് സ്വന്തം മകൾ അർത്ഥം പറഞ്ഞുവെന്നാണെങ്കിൽ ഞാൻ അത്തരക്കാരെ ഇവിടെ വെല്ലുവിളിക്കുകയാണ്. ഇനിയുള്ള ഏതെങ്കിലും ഒരു പ്രസംഗത്തിലോ ഏതെങ്കിലും ഒരു വേദിയിലോ അവർ പറയട്ടെ, ഈ ഇസ്തിംതാഴ് ഇവിടെ പ്രയോഗിച്ച ഇസ്തിംതാഴ് ഷിർക്കല്ലാത്ത മറ്റൊന്നുമില്ല, എല്ലാം ഷിർക്ക് തന്നെ എന്ന് രേഖപ്പെടുത്തിയ ഒരൊറ്റ തഫ്സീർ, ഭൂമി ലോകത്തുള്ള ഏതെങ്കിലും ഒരു തഫ്സീർ, അഹ്ലുസുന്നയുടെ ഏതെങ്കിലും തഫ്സീറിൽ ഇസ്തിംതാഴ് എല്ലാം ഷിർക്ക് തന്നെയാണ്, ഷിർക്കല്ലാത്ത ഇസ്തിംതാഴ് ഇല്ല എന്ന് രേഖപ്പെടുത്തിയ ഒരു തഫ്സീറെങ്കിലും ഈ ആളുകൾക്ക്
കൊണ്ടുവരാൻ കഴിയുമോ എന്നുള്ളത് ഒരു വെല്ലുവിളിയായി തന്നെ ഞാൻ ഉന്നയിക്കുകയാണ്. ആർക്കും അത് ഏറ്റെടുക്കാം, എവിടെയും അത് ഏറ്റെടുക്കാം, എവിടെയും അവർക്ക് തെളിയിക്കാം. ഇലാ യൗമിൽ ഖിയാമ സാധ്യമല്ല. അതേസമയം ആയത്ത് ആരെക്കുറിച്ചാണോ ഇറങ്ങിയത് അവർ ചെയ്ത ഇസ്തിംതാവോ അത് ശിർക്ക് തന്നെയാണ്. പക്ഷേ അതോടൊപ്പം ഇസ്തിംതാ ഉണ്ട് എന്ന് കിട്ടി, അങ്ങോട്ടും ഇങ്ങോട്ടും ഉപകാരമെടുക്കലുണ്ട് എന്ന് കിട്ടി. അവിടെ നാസസുല്ലമിയുടെ സബബ് എന്ന വാദവും യഥാർത്ഥത്തിൽ പൊളിയുകയാണല്ലോ. ജിന്നും മനുഷ്യനും തമ്മിൽ എന്ത് സബബാണുള്ളത്, എന്ത് കാര്യകാരണമാണ് ഉള്ളത് എന്ന ചോദ്യത്തിനു കൂടി ഈ ഒരു ആയത്ത് മറുപടിയാണ്. അതാണല്ലോ ഇസ്തംതഅ, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപകാരമെടുത്തു, അങ്ങോട്ടും എടുത്തു ഇങ്ങോട്ടും എടുത്തു എന്ന് പറയണമെങ്കിൽ അവിടെ ഒരു കാര്യകാരണം വേണമല്ലോ, ഒരു സബബ് ഉണ്ടാകണമല്ലോ. അപ്പൊ പിന്നെ ജിന്നും മനുഷ്യനും തമ്മിൽ സബബില്ല, കാര്യകാരണ ബന്ധമില്ല എന്ന വാദം തന്നെ അതോടുകൂടി പൊളിഞ്ഞു പോയി. അപ്പോൾ അതിനുമുള്ള മറുപടിയായി ഈ ആയത്ത് മാറുന്നു. യഥാർത്ഥത്തിൽ ഈ ആയത്ത് വിശദീകരിച്ച സ്വഹാബിമാർ മുതലുള്ള ഖുർആൻ വ്യാഖ്യാതാക്കൾ അവരെല്ലാം ഈ ഇസ്തിംതാഇനെ പല രൂപങ്ങളായി വിശദീകരിച്ചിട്ടുണ്ട്. എന്നിട്ട് നാം ഇവിടെ വായിച്ചു തഫ്സീർ ഖുർത്തുബിയിൽ നിന്ന് ഇബ്നു അബ്ബാസ് തങ്ങളുടെ വിശദീകരണം വായിച്ചു, കൃത്യമായി നമ്മൾ വായിച്ചു കൊടുത്തു. ഇബ്നു അബ്ബാസ് തങ്ങൾ ഈ ഒരു ആയത്ത് വിശദീകരിക്കുമ്പോൾ ആ ഇസ്തിംതാ എത്രമാത്രം വിശദീകരിച്ചു എന്ന് ചോദിച്ചാൽ, പിശാചിന്റെ പ്രേരണയ്ക്ക് വഴങ്ങി, പിശാചിന്റെ കൽപ്പനയ്ക്ക് വഴങ്ങി മദ്യപിക്കുകയും വ്യഭിചരിക്കുകയും ചെയ്യുന്ന പണികൾ വരെ ഈ ഇസ്തിംതായിൽ അദ്ദേഹം വിശദീകരിച്ചത് ഇമാം ഖുർത്തുബിയൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിശാച് ഒരു മനുഷ്യനെ ശിർക്കിലേക്കാണ് ആദ്യം പിടിക്കാൻ നോക്കുക. അതിലേക്ക് പിടിക്കാനാവില്ലെന്ന് ബോധ്യമാകുമ്പോൾ പിശാച് അവരെ കൂടെ ഹറാമുകൾ ചെയ്യിക്കുന്നു. അങ്ങനെ പിശാചിന്റെ ഏജന്റുമാരോ സിദ്ധന്മാരോ ബീവിമാരോ അതേപോലെ തങ്ങന്മാരോ മുസ്ലിയാക്കന്മാരോ ആയി രംഗപ്രവേശനം ചെയ്യുന്ന ആളുകളെ സമീപിക്കുന്ന ആളുകളിലൂടെ പിശാച് പറഞ്ഞു കൊടുക്കുന്നു ഹറാമായ പണികളും ചെയ്യാൻ, അയൽവാസികളുമായി തെറ്റാൻ, മദ്യപിക്കാൻ, വ്യഭിചരിക്കാൻ, അതേപോലെ തോന്നിവാസങ്ങളിൽ മുഴുകാനൊക്കെ പിശാച് ഈ സിദ്ധനിലൂടെ ഇവനോട് കൽപ്പിക്കുന്നു. അങ്ങനെ സിദ്ധൻ ഇവനോട് പറയുന്നു, താങ്കൾ രോഗം മാറണോ, താങ്കൾ ഇന്ന മദ്യപിക്കണം, അല്ലെങ്കിൽ വ്യഭിചരിക്കണം, അല്ലെങ്കിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞ് പല ഹറാമുകളും ഇവനെ കൊണ്ട് ചെയ്യിക്കുന്നു. ഈ ഹറാമ് ചെയ്യിക്കുന്നത് യഥാർത്ഥത്തിൽ പൈശാചികമായ ദുർബോധനത്താലാണ്. ഈ ഹറാം എന്തിനാ ചെയ്യിക്കുന്നത്? ഇപ്പോൾ അവൻ ഹറാം ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ അതുവഴി അവന് രോഗത്തിന് ഒരു സമരം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നാളെ പിറ്റേന്ന് മറ്റൊരു അസുഖവുമായി ഇതേ സിദ്ധനെ വന്ന് കാണുമ്പോൾ അവനെ കൊണ്ട് ശിർക്ക് ചെയ്യിക്കും, ബലികർമ്മങ്ങൾ ചെയ്യിക്കും, അള്ളാഹുലാത്തിനെ പേര് നേർച്ചർപ്പിക്കും, അള്ളാഹുലാത്തിനെ പേര് സത്യം ചെയ്യാൻ പ്രേരിപ്പിക്കും. അങ്ങനെ ശിർക്കും ചെയ്യിച്ച് കാലാകാലമായ നരകത്തിന്റെ വിറകാക്കി മാറ്റാൻ പിശാചിന് സാധിക്കും. ആ ശിർക്കിലേക്ക് ഇവനെ കൊണ്ടുപോകാനുള്ള വഴിയായിട്ടാണ് ഈ ഹറാമ് ഇവനെ കൊണ്ട് ചെയ്യിക്കുന്നത്. ഈ ഹറാമ് ചെയ്യലും ഇസ്തിംതാ ആണ്. ഈ ഹറാമ് ചെയ്യുമ്പോൾ ഇവന് രോഗത്തിന് അല്പം ആശ്വാസം കിട്ടിയേക്കാം. ഈ കിട്ടല് യഥാർത്ഥത്തിൽ പൈശാചികമാണ്. അതാണ് അവിടെ ഇങ്ങോട്ടുള്ള ഉപകാരം. ഇവൻ ഹറാമ് ചെയ്യുമ്പോൾ ഈ ഹറാമ് ചെയ്യുന്നത് കണ്ട് പിശാച് ആസ്വദിക്കുന്നു. അതാണ് അവനുള്ള ഉപകാരം. അതാണ് ഇസ്തിംതാ, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഉപകാരം എടുക്കൽ. ഇങ്ങനെ ഉപകാരം എടുത്ത് അടുത്ത സ്റ്റെപ്പിൽ ഇവരെ കൊണ്ട് ശിർക്ക് ചെയ്യിക്കുന്നു. ആ ശിർക്ക് ചെയ്യുമ്പോൾ പിശാചിന് ഒരു ആനന്ദം. അതേപോലെ ഈ ശിർക്ക് ചെയ്യുമ്പോൾ ഇവന് ചില സുഖങ്ങളും ചില സൗകര്യങ്ങളും ചില ആശ്വാസങ്ങളും പൈശാചികമായി കിട്ടുന്നു. അവിടെ അവനും ഒരു ആശ്വാസം. ഇതാണ് ഇസ്തിംതാ. ഇങ്ങനെ പല തരത്തിൽ ഇസ്തിംതാ നടക്കുന്നു. ഈ ഇസ്തിംതായിൽ ശിർക്കായി ഇസ്തിംതാ ചെയ്യുന്നുവോ ശിർക്ക് തന്നെ. അതല്ല ഈ ഹറാമുകൾ ചെയ്താലോ, ഈ മദ്യപാനവും ഈ വ്യഭിചാരവും ആ നിലക്ക് തിന്മകൾ ചെയ്താലോ ശിർക്കാണ് ലോകത്തായും പറയുമോ? ഇല്ലല്ലോ, തീർച്ചയാണ്, സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇബ്നു അബ്ബാസ് തങ്ങളൊക്കെ അങ്ങനെ വിശദീകരിച്ചത്. നാം ഇവിടെ കൃത്യമായി പറഞ്ഞു, ഈ താബിഈ വേണോ, താബിഈ വേണോ, ഞങ്ങൾ തരാം. ഈ തഫ്സീർ ഇല്ല എന്നാണോ? ഇതാ തഫ്സീർ നിങ്ങൾ വായിക്കൂ, രണ്ടുപേരെ കൊണ്ടുവന്നുവല്ലോ കിതാബ് വായിക്കാൻ എന്ന് പോലും നമ്മൾ പറഞ്ഞു, നിങ്ങൾ കേട്ടു. രണ്ടുപേരെ കൊണ്ടുവന്നുവെന്നല്ലാതെ യഥാർത്ഥത്തിൽ എന്തിനാണോ കൊണ്ടുവന്നത് എന്ന് പോലും അറിയാത്ത രൂപത്തിലാണ് പിന്നെ ഉണ്ടായത്. വ്യവസ്ഥ തയ്യാറാക്കിയപ്പോൾ തന്നെ അന്ന് നാസസുല്ലമി പറഞ്ഞു, എനിക്ക് സംവാദം നടത്തണമെങ്കിൽ 2 സഹായികൾ ആവശ്യമാണ്. അന്ന് ഞാൻ പറഞ്ഞു, എന്തിനാ സുല്ലമി 2 സഹായി? നിങ്ങൾ നാട് നിങ്ങൾ പ്രസംഗിക്കുന്നു, ഞാനും പ്രസംഗിക്കുന്നു, അതും സഹായി ഉണ്ടായിട്ടല്ലല്ലോ. അപ്പൊ അയാൾ പറഞ്ഞു, അല്ല, എനിക്ക് കിതാബ് എടുത്തു തരാൻ 2 ആൾ വേണം. ഞാൻ പറഞ്ഞു, നിങ്ങൾ കൊണ്ടുവരുന്ന കിതാബല്ലേ ഉണ്ടാവൂ, ആ കിതാബ് ഞാൻ എടുത്തു തരാം എന്ന് തന്നെ പറഞ്ഞു. ആ വ്യവസ്ഥയുടെ CD ലഭ്യമാണ്. CD വ്യക്തമായി നമുക്കത് കാണാം. അപ്പൊ അയാൾ പറഞ്ഞു, അതേതായാലും ശരിയാവില്ലല്ലോ, എനിക്കെന്താ 2 സഹായി വേണം. അങ്ങനെയാണ് 2 സഹായികൾ ഇരുത്താമെന്ന തീരുമാനം ഉണ്ടായത് തന്നെ. പക്ഷെ സഹായിയെ കൊണ്ടുവന്നപ്പോൾ കിതാബ് കൊണ്ടുവരാൻ വിട്ടുപോയി എന്നാണ് സംവാദത്തിലേക്ക് എത്തിയപ്പോൾ നമുക്ക് മനസ്സിലായത്. പണ്ട് കഥ പറയാറുണ്ട്, പാമ്പ് കടിച്ച മനുഷ്യനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി ഒരുങ്ങിയപ്പോൾ വാഹനം വന്നു. എല്ലാവരും വാഹനത്തിൽ കയറിക്കൂടി ചീറിപ്പാഞ്ഞ് വണ്ടി ലൈറ്റും ഇട്ട് അതിവേഗം ഹോസ്പിറ്റലിലേക്ക് ഓടി. ഹോസ്പിറ്റലിൽ വണ്ടിയിൽ നിന്ന് എല്ലാവരും ഇറങ്ങി നോക്കുമ്പോൾ പാമ്പ് കടിച്ചോനെ വണ്ടി കയറ്റാൻ വിട്ടുപോയി എന്ന് പറഞ്ഞ പോലെയാണ്. കിതാബ് എടുത്ത 2 ആൾ വേണം എന്ന് പറഞ്ഞ് വാശി പിടിച്ച് അവസാനം 2 ആൾ അനുവദിച്ചു കൊടുത്തിട്ട്
രണ്ടാളെയും കൂട്ടി വന്ന് സംവാദത്തിൽ എത്തിയപ്പോൾ കിതാബ് ഇവിടെ അത് കൊണ്ടുവന്നിട്ടില്ല, കിതാബ് എടുത്തിട്ടില്ല എന്ന രീതിയാണ് നമുക്ക് അവിടെ കാണാൻ കഴിഞ്ഞത്. അതുകൊണ്ട് നമ്മൾ പറഞ്ഞു ഇതാ കിതാബ് അങ്ങോട്ട് തരാം, തഫ്സീർ ഖുർത്തുബി തരാം, വായിക്കൂ എന്ന് പറഞ്ഞ് കൊടുക്കാൻ തയ്യാറായിട്ട് അത് വാങ്ങാൻ പോലും തയ്യാറായില്ല. മാത്രവുമല്ല ആയത്തിന്റെ ബാക്കി ഭാഗത്ത് പറഞ്ഞ എന്താ, അവർക്കുള്ള പിടുത്തം, അവർ സാധാരണ പറയുന്ന വ്യാഖ്യാനം എന്താ, എന്നാണല്ലോ. അവരോട് അള്ളാഹു പറയും നിങ്ങളുടെ വാസസ്ഥലം നരകമാകുന്നു, നിങ്ങൾ ശാശ്വതരാകുന്നു എന്നല്ല പറഞ്ഞുവല്ലോ. അപ്പോൾ നരകത്തിൽ ശാശ്വതരാവൽ ശിർക്ക് ചെയ്ത ആളുകളല്ലേ, അതുകൊണ്ട് ഈ ഇസ്തിംതാ ശിർക്കാണെന്ന് മനസ്സിലായില്ലേ എന്നാണ് അവർ നാടുനില സാധാരണ പറയാറുണ്ടായിരുന്നത്. ഞാൻ സൂചിപ്പിച്ചു, ഇവിടെ അള്ളാഹു തആല ഈ ആയത്ത് ആരെ ഉദ്ദേശിച്ചാണ് ഇറക്കിയത്, അവർ ചെയ്ത ഇസ്തിംതാഴ് ശിർക്കായത് തന്നെയാണ്, അവർ നരകത്തിൽ ശാശ്വതരുമാണ്. എന്നാൽ അല്ലാത്തൊരു ഇസ്തിംതാഴ്, ഈ പറഞ്ഞ രൂപത്തിലുള്ള മദ്യപാനമോ വ്യഭിചാരമോ അടക്കമുള്ള തിന്മകൾ ചെയ്തുകൊണ്ട് പൈശാചികമായ ഉപകാരം നേടാനുള്ള പണികൾ ആ ഇസ്തിംതാഴ് ചെയ്യുന്ന ആളുകളും നരകത്തിൽ ശാശ്വതരാകുമെന്നാണോ? അതിൽ ഖുർആൻ വ്യാഖ്യാതാക്കൾ ധാരാളം ചർച്ചകൾ നടത്തിയതായി നമുക്ക് കാണാൻ കഴിയും. ഇബ്നു കസീർ എടുത്താലും തഫ്സീർ ഖുർത്തുബി എടുത്താലും അതേപോലെ ഷൗക്കാനിയുടെ ഫതുഹുൽ ഖദീർ എടുത്താലും അവിടെയെല്ലാം വിശദമായ ചർച്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. എന്തിനേറെ ഈ ഒരു ഇല്ലാ മാഷാ അല്ലാഹ് എന്ന പ്രയോഗത്തെക്കുറിച്ച് 10 അഭിപ്രായങ്ങൾ വരെ രേഖപ്പെടുത്തിയ മുഫസ്സിറുകളെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിൽ ഇത് ആരെക്കുറിച്ചാണ് ഇല്ലാ മാഷാ അല്ലാഹ് എന്ന് പറഞ്ഞത് എന്ന വിശദീകരണത്തിൽ പല മുഫസ്സിറുകളും രേഖപ്പെടുത്തി വെച്ചു. അത് പിന്നെ മിൻ അഹ്ലിൽ ഈമാൻ, ഈമാനിന്റെ ആളുകള്, അതേപോലെ തൗഹീദിന്റെ ആളുകള്, അവരെ കുറിച്ചാണ് പറഞ്ഞത് എന്ന് പോലും രേഖപ്പെടുത്തിയതായി കാണാൻ കഴിയും. ഇല്ലാ മാഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചത് ഒഴികെ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ നേരത്തെ നമ്മൾ പറഞ്ഞ ആ ഒരു ശിർക്കായ ഇസ്തിംതാ ചെയ്ത ആളുകളാണ് ഉദ്ദേശമെങ്കിൽ അവരെ കുറിച്ച് പറയുമ്പോൾ ഇല്ലാ മാഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചത് ഒഴികെ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അവരുടെ ഖബറിലെ ജീവിത കാലഘട്ടം, അല്ലെങ്കിൽ മഹ്ശറിലെ കാലഘട്ടം, നരകത്തിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള കാലഘട്ടം എന്നൊക്കെ വിശദീകരിച്ചത് കാണാം. ഇനി അതല്ലെങ്കിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചു, ഇമാം ഖുർത്തുബിയും അതേപോലെ തഫ്സീർ ഫതുഹുൽ ഖദീറുമെല്ലാം നമുക്ക് കാണാൻ കഴിയും. ഈ പറഞ്ഞത് അൽ ഇസ്തിസ്നാഉ ലി അഹ്ലിൽ ഈമാൻ, ഈ ഇസ്തിസ്നാഉ ലി അഹ്ലിൽ ഈമാൻ, ഈമാന്റെ ആളുകൾക്കാണ്, മുഅ്മിനീങ്ങൾക്കാണ്, വിശ്വാസികളെ പറ്റിയാണ് ഈ പറഞ്ഞത്. അപ്പോൾ ജ്യോത്സ്യന്മാരും ഗണിതക്കാരും അല്ലാത്ത മുഅ്മിനീങ്ങളായ ആളുകൾ തന്നെ ജിന്നുകളുമായി ബന്ധപ്പെട്ട വല്ല ഇസ്തിംതാ നിർവഹിച്ച് അതിന്റെ പേര് പരലോകത്ത് വരികയും നരകക്കരയിൽ പോവുകയും ചെയ്യുകയാണെങ്കിൽ അവരെ കുറിച്ചാണ് പറഞ്ഞത് ഇല്ലാ മാഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചതൊഴികെ. എന്നിട്ട് മുഫസ്സിർ രേഖപ്പെടുത്തി വമാ ബിമഅനാ മൻ, ഇവിടുത്തെ മാ എന്നുള്ളത് മൻ എന്ന അർത്ഥത്തിലാണ്. ഐ ഇല്ലാ മൻ ഷാ അല്ലാഹു ഈമാനഹു, അല്ലാഹു തആല അവന്റെ ഈമാൻ ഉദ്ദേശിച്ചവർ ഒഴികെ എന്നാണ് അതിനർത്ഥം. ഇബ്നു അബ്ബാസ് തങ്ങളും പറഞ്ഞിട്ടുണ്ട് ആ വിശദീകരണം. ഇല്ലാ മാഷാ അല്ലാഹ് എന്ന് പറഞ്ഞാൽ ഇല്ലാ മൻ ഷാ അല്ലാഹ് എന്ന വിശദീകരണം തന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു നൽകിയത് കാണാൻ കഴിയും. അപ്പോൾ അതാണ് മുഫസ്സിറുകൾ നൽകിയ അർത്ഥം, അള്ളാഹു ഉദ്ദേശിച്ചവർ ഒഴികെ. അപ്പൊ ഈമാനുള്ള ആളുകൾ, മുഅ്മിനീങ്ങളായ ആളുകൾ, അവരും വല്ല ഇസ്തിംതാ നടത്തിയെങ്കിൽ അതിനെപ്പറ്റി റബ്ബ് ശിക്ഷിക്കുന്നുവെങ്കിൽ അവർ ശാശ്വതരാകുന്നില്ല, അവർക്ക് പിന്നീട് മോചനമുണ്ട്. അതാണ് ഇല്ലാ മാഷാ അല്ലാഹ് എന്ന പ്രയോഗത്തിന്റെ ഉദ്ദേശമെന്ന് മുഫസ്സിറുകൾ രേഖപ്പെടുത്തി വെച്ചു. ഇബ്നു കസീർ റഹിമഹുള്ളയും ആ നിലക്കുള്ള വിശദീകരണം ഇതുമായി ബന്ധപ്പെട്ട് നൽകിയതായി നമുക്ക് കാണാൻ സാധിക്കും. ഇല്ലാ മാഷാ അല്ലാഹ് എന്ന പ്രയോഗം വിശദീകരിക്കുമ്പോൾ ഇബ്നു കസീർ റഹിമഹുള്ള പറഞ്ഞു, ഈ പറഞ്ഞ മശീഅത്ത്, ഈ പറഞ്ഞ ഉദ്ദേശം, ഈ പറഞ്ഞ ഒഴിവാക്കപ്പെടുന്ന ആളുകൾ അവര് അഹ്ലു തൗഹീദിൽപ്പെട്ട ഉസാത്തുകളാണ്, തൗഹീദുള്ള ആളുകളിൽപ്പെട്ട ഉസാത്ത്, പാപികളായ ആളുകളാണ് ഇതിന്റെ ഉദ്ദേശം എന്നുവരെ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് വിശദീകരിച്ചു കാണാൻ കഴിയും. ഇത്ര വ്യക്തമായി തഫ്സീർ ഉണ്ടായിട്ടാണ് ദുർവ്യാഖ്യാനിച്ചുവെന്ന് അവർ രേഖപ്പെടുത്തുന്നത്. മാത്രമല്ല അതിന് അവർ തെളിവായി പറഞ്ഞത് അമാനി മൗലവി പറഞ്ഞത് അങ്ങനെയല്ല എന്ന. യഥാർത്ഥത്തിൽ എന്താ അമാനി മൗലവി പറഞ്ഞത്? നാസർ സുലൈമി അവിടെയും വായിച്ചു അമാനി പരിഭാഷ. ആ വായിച്ചത് കൃത്യമായി നാം അവിടെ തന്നെ ഗണ്ണിച്ചു. എന്താണ് ആ ഭാഗം? അമാനി പരിഭാഷയിൽ 2-ാം വാള്യത്തിൽ 1029-ാമത്തെ പേജിൽ നമുക്ക് കാണാം, ജിന്നുവർഗക്കാരെ പിശാചുക്കൾ മനുഷ്യ ഹൃദയങ്ങളിൽ ദുർമന്ത്രവും ദുഷ്പ്രേരണയും നടത്തുമെന്നും ദുർമാർഗങ്ങളും ദുർനടപ്പുകളും അവർക്ക് അലങ്കാരമാക്കി കാണിച്ചു കൊണ്ടിരിക്കുമെന്നും മനുഷ്യരെ വഴിതെറ്റിക്കൽ പിശാചിന്റെ സ്ഥിരം ജോലിയാണെന്നും അള്ളാഹു ആവർത്തിച്ചറിയിക്കാറുള്ളതാണല്ലോ. മനുഷ്യരാകട്ടെ അവരുടെ ദുരുപദേശങ്ങൾക്കും ഇംഗിതങ്ങൾക്കും വഴങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അവരിൽ അദൃശ്യ ശക്തികളും ദിവ്യത്വവും കൽപ്പിച്ചുകൊണ്ട് അവരനുസരിക്കുകയും ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇതൊക്കെയാണ് ഞങ്ങൾ അന്യോന്യം ഉപയോഗപ്പെടുത്തിയെന്ന് പറഞ്ഞതിന്റെ സാരം. വളരെ കൃത്യമാണ്.
യഥാർത്ഥത്തിൽ അസസുല്യമിക്കാണോ തെളിവ്, എനിക്കാണോ തെളിവ്? ഇവിടെ എന്താ അമാനുമലി പറഞ്ഞത്? ജിന്നുകളിൽ അദൃശ്യ ശക്തികളും ദിവ്യത്വവും കൽപ്പിച്ചുകൊണ്ട് അവരെ അനുസരിക്കുകയും ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എന്നാണ്. കൃത്യമാണ്. അങ്ങനെ ഉണ്ടെങ്കിലോ ശിർക്ക് തന്നെ, അതുണ്ടെങ്കിൽ ശിർക്ക് തന്നെ. അതില്ലെങ്കിലോ ദിവ്യത്വം കൽപ്പിക്കുന്നില്ല, അദൃശ്യ ശക്തിയുണ്ടെന്ന് വിശ്വസിക്കുന്നുമില്ല, അവരെ അനുസരിക്കുന്നില്ല, അവരെ ആരാധിക്കുന്നില്ല, പ്രാർത്ഥിക്കുന്നില്ല എങ്കിലോ തൊട്ടുമേലാമാലി പറഞ്ഞ ആ വകുപ്പിലേക്ക് വരും. ദുർമാർഗങ്ങളും ദുർനടപ്പുകളും അലങ്കാരമാക്കി കാണിച്ചു കൊടുക്കുന്നു. അതേപോലെ മനുഷ്യന് ആ ദുരുപദേശങ്ങൾക്കും ഇംഗിതങ്ങൾക്കും വഴങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ രണ്ടു തരമുണ്ട്. ഇത് അവിടുന്ന് കിട്ടിയല്ലോ. രണ്ടു തരമുണ്ട് എന്ന് അമാനുമോലിയുടെ ഈ പ്രയോഗത്തിന് കിട്ടി. ജിന്നുകൾക്ക് അദൃശ്യശക്തി എന്ന് വിശ്വസിക്കുകയും അതേപോലെ അവർക്ക് ദിവ്യത്വം കൽപ്പിക്കുകയും ആ നിലയ്ക്ക് അവരെ അനുസരിക്കുകയും അവരെ ആരാധിക്കുകയും അവരെ പ്രാർത്ഥിക്കുകയും ചെയ്യലാണ് ഉദ്ദേശം. അതുണ്ടെങ്കിൽ ശിർക്ക് തന്നെ. ആ ഇസ്തിംതാ ശിർക്കായ ഇസ്തിംതാഴ്. ഇതൊന്നുമില്ലാത്ത ഇസ്തിംതാവോ ശിർക്കല്ല, പക്ഷെ ഹറാമാണ്, കുറ്റകരമാണ്, ശിർക്കിലേക്ക് വഴിവെക്കുന്ന കാര്യമാണ്. മാത്രവുമല്ല അമാനി മൗലവി തന്നെ ഇസ്ലാമിക ജീവിതം എന്ന പുസ്തകത്തിൽ അവസാന അധ്യായത്തിന് വിവിധ വിഷയങ്ങൾ എന്ന ഈ അധ്യായത്തിൽ അമാനി മൗലവി രേഖപ്പെടുത്തിയ ഒരു ഭാഗം പ്രത്യേകം ശ്രദ്ധേയമാണ്. അദ്ദേഹം പറഞ്ഞു, ജിന്ന് അഥവാ ഭൂതവർഗമാകട്ടെ മനുഷ്യരെക്കാൾ രൂക്ഷവും ഗതാഗത വേഗതയുള്ളതുമാണ്. അങ്ങനെ സാധാരണ മനുഷ്യർക്ക് കഴിയാത്ത പലതും അതിന് കഴിയുന്നു. നിങ്ങൾ അങ്ങോട്ട് കാണാത്ത വിധത്തിൽ അവർ നിങ്ങളെ കാണുന്നുവെന്ന് ഖുർആൻ സൂറത്ത് അറാഫിൽ പറയുന്നുണ്ട്. രക്തസഞ്ചാരം ഉള്ളിടത്തെല്ലാം പിശാച് സഞ്ചരിക്കുമെന്ന് ഒരു നബിവാക്യത്തിൽ നാം കണ്ടു കഴിഞ്ഞല്ലോ. മനുഷ്യനെ വഴിപഴിപ്പിക്കാൻ നാനാവിധത്തിൽ പിശാച് ശ്രമിക്കുമെന്നും ഖുർആൻ പറഞ്ഞിട്ടുള്ളതാണ്. ആകയാൽ ഏതെങ്കിലും ഒരു പിശാചിനെ പ്രത്യേകം സേവിച്ചില്ലെങ്കിൽ കൂടി പറഞ്ഞ കാര്യം ഗണിച്ചും പ്രശ്നം നോക്കിയും പറയുന്ന കാര്യത്തിൽ പൈശാചിക സഹായം കിട്ടും. തന്മൂലം മറ്റുള്ളവർക്കറിയാൻ പ്രയാസമുള്ള പല അറിവും അത്തരം ജോലിയിൽ ഏർപ്പെട്ടവർക്ക് ലഭിക്കുകയും ചെയ്യും. ഇതിൽ യാതൊരു അസാംഗത്യവും ഇല്ല തന്നെ. പിശാചിനെ പ്രത്യേകം പൂജയും മറ്റു കർമ്മങ്ങളും നടത്തി സേവിക്കുന്നവർക്ക് അവന്റെ സേവ ലഭിക്കുന്നതിലും അസാംഗത്യമില്ല. കാരണം രണ്ടും കൃത്യമായി വിശദീകരിച്ചു. പ്രത്യേകം സേവിക്കുന്നവരെ പറഞ്ഞു, സേവിക്കാത്തവരെ പറഞ്ഞു. അപ്പൊ പ്രത്യേകം സേവിക്കുകയും പൂജിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ഇവന്റെ സേവ കിട്ടും. അതാണ് ശിർക്കായ ഇസ്തിംതാഴ്. ഇനി പ്രത്യേക സേവ നടത്തുന്നില്ല, ഓനെ പൂജിക്കുന്നില്ല, അത്തരം ആളുകൾക്കും ഒരു പക്ഷേ പൈശാചിക സഹായം ലഭിക്കും. അവിടെ ശിർക്ക് വരുന്നില്ല. അല്ലാത്ത ഇസ്തിംതാഴ്, ആ ഇസ്തിംതാഴും ശിർക്കിലേക്കുള്ള വഴിയാണ്. അതുകൊണ്ട് നിഷിദ്ധമാണ്, ഹറാമാണ്. ഈ പുസ്തകത്തിന്റെ 429-ാമത്തെ പേജിൽ അമാനി മൗലവി റഹിമഹുല്ലാ അത് കൃത്യമായി രേഖപ്പെടുത്തിച്ചു. എന്നിട്ടാണ് കാന്തപുരം മുസ്ലിയാർ ദുർവ്യാഖ്യാനിച്ചതുപോലെ, നൗഷാദ് ഹസൻ ദുർവ്യാഖ്യാനിച്ചതുപോലെ ഫൈസൽ മുസ്ലിയാർ ദുർവ്യാഖ്യാനിച്ചു എന്ന് നാട് നീളെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ദുർവ്യാഖ്യാനിച്ചത് അസസുല്ലമിയാണ്. കാരണം നാം അയാൾ ചോദിച്ച ചോദ്യം എന്തായിരുന്നു? എല്ലാം ശിർക്കാണെന്ന് പറയാൻ നിങ്ങൾ പഠിപ്പിക്കുന്നത് എന്താ? ഹിസ്സിലൂടെയോ നെസ്സിലൂടെയോ കിട്ടാത്തതെല്ലാം സബബിനപ്പുറത്ത് എന്നാണല്ലോ. അഥവാ പഞ്ചേന്ദ്രിയത്തിലൂടെയോ അതേപോലെ പ്രമാണത്തിലൂടെയോ. അതാണ് ഹിസ്സും നെസ്സും. ഹിസ് എന്ന് പറഞ്ഞാൽ പഞ്ചേന്ദ്രിയം, നെസ് എന്ന് പറഞ്ഞാൽ പ്രമാണം. ഈ പ്രമാണത്തിലോ പഞ്ചേന്ദ്രത്തിലോ ഇല്ലാത്ത അതുവഴി കിട്ടാത്തതെല്ലാം സബബിന് പുറത്ത്. അതുകൊണ്ട് ജിന്നിനെ പറ്റി ഈ രണ്ടിലൂടെയും കിട്ടില്ല, അതുകൊണ്ട് ജിന്ന് സബബിന് പുറത്ത് എന്ന കാരണമാണല്ലോ ഏത് ചോദ്യം ശിർക്കാണെന്ന് പറയാൻ നിങ്ങൾക്കുള്ള നിമിത്തം. എങ്കിൽ ഞാൻ ചോദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ നമ്മൾ ചോദിച്ചത്. ഹിസ്സിലൂടെയും നെസ്സിലൂടെയും സബബായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ഒന്ന് സബബായി സ്വീകരിച്ചാൽ അത് ശിർക്കാണെന്ന് പറയാൻ ഏത് ആയത്താണ് തെളിവ്? ഏത് ഹദീസാണ് തെളിവ്? ആയത്തോ ഹദീസ് ഉണ്ടെങ്കിൽ ഏത് സ്വഹാബിയാണ്, ഏത് താബിഇയാണ്, ഏത് താബിഇയാണ് ആ രൂപത്തിൽ വ്യാഖ്യാനിച്ചത്? എന്താ റാസസുല്ലമി ആയത്ത് ഓതിയത്? അയാൾ ഓതിയ ആയത്ത് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ചോദ്യം എന്താ? പ്രമാണങ്ങളിലൂടെയോ പഞ്ചേന്ദ്രിയങ്ങളിലൂടെയോ സബബായിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ഒന്നിനെ നമ്മൾ സബബായി കണ്ടാൽ അത് ശിർക്കാണെന്ന് ആയത്തെന്ത്? ഓതായത്തോ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇതല്ലേ യഥാർത്ഥത്തിൽ കാന്തപുരത്തിന്റെ ശൈലി? ഇതല്ലേ കാന്തപുരത്തിന്റെ ശൈലി? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അതിലാണോ നമ്മൾ തമ്മിൽ തർക്കമുള്ളത്? അതിലാണോ വാദപ്രതിവാദം നിശ്ചയിച്ചത്? അതാണോ സഭ പഠിപ്പിച്ചത്? അതാണോ ജിന്നിനോടുള്ള ഏത് ചോദ്യം ശിർക്ക് എന്നാണോ ആയത്തിനർത്ഥം? അപ്പൊ യഥാർത്ഥ ഇയാളാണ് പണി ചെയ്തത്. അതുകൊണ്ട് നാം അത് ഇയാളെ കാന്തപുരത്തോട് തുല്യപ്പെടുത്തുമോ എന്ന ആശങ്ക അയാൾക്കുണ്ട്. അതുകൊണ്ട്
അതിന് മുന്നോടിയായി അയാൾ അത് ഇങ്ങോട്ട് വെടിവെച്ചു എന്നേ ഉള്ളൂ, അല്ലാതെ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ കുപ്രചാരണങ്ങൾ നമ്മൾ കരുതിയിരിക്കുക, നാം ഒരിക്കലും അതിന് പെടാതെ സൂക്ഷിക്കുക. എന്തായിരുന്നാലും ശരി, ഈ സംവാദത്തിലൂടെ ഈ അബ്ദുൽ നാസർ സുല്ലമി സാക്ഷാൽ മടവൂരി ചാരനാണെന്ന് കൃത്യമായി തെളിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ സംവാദം നിങ്ങൾ കേട്ടുവല്ലോ. 10-15 സ്ഥലത്ത് ആവർത്തിച്ച് ഇയാൾ മടവൂരിയാണെന്നും ചാരനാണ് എന്നും മുജാഹിദ് പ്രസ്ഥാനത്തെ തകർക്കാനായി കയറി വന്ന ആളാണ് എന്നും വളരെ കൃത്യമായി ഞാൻ സൂചിപ്പിച്ചിട്ടും ഒരിക്കൽ പോലും പ്രതികരിക്കാൻ അയാൾ തയ്യാറായില്ല. അങ്ങനെ പറയരുത് എന്നോ ഞാൻ തൗഹീദ് സ്വീകരിച്ചിട്ടുണ്ട് എന്നോ ഒന്ന് പറയാൻ പോലും അയാൾ തയ്യാറായില്ല. ഒരിക്കലും അയാൾ പറഞ്ഞു ഫൈസൽ മുസ്ലിയാരും ഖുറാഫാത്ത് വന്നാണല്ലോ എന്നൊരു വാക്ക് പറഞ്ഞതല്ലാതെ. പക്ഷെ ഫൈസൽ മുസ്ലിയാർ ഖുറാഫാത്ത് നിന്ന് വന്നിട്ട് അവിടെ പ്രസംഗിച്ച പ്രസംഗമല്ലല്ലോ ഇവിടെ പ്രസംഗിക്കുന്നത്. ആ ഖുറാഫാത്ത് ഇവിടെ പ്രചരിപ്പിക്കുന്നുവെങ്കിൽ അപ്പൊ പറയാം ഇയാൾ ഖുറാഫി ചാരനാണ്. എന്നാൽ ഇയാളോ അവിടെ പ്രസംഗിച്ച് തന്നെയാണ് ഇവിടെ പ്രസംഗിക്കുന്നത്. നാസർ സുല്ലമി പറഞ്ഞു, അബ്ദുസ്സലാം സുല്ലമിയുടെ ആശയം ഞാൻ ഒരു കാലത്തും പ്രസംഗിച്ചിട്ടില്ല, ഇപ്പോഴും പ്രസംഗിക്കുന്നില്ല. നമ്മൾ പുസ്തകം എടുത്ത് വായിച്ചിട്ട് തെളിയിച്ചു കൊടുത്തു. അബ്ദുസ്സലാം സുല്ലമി പറഞ്ഞത് എന്താ? ഒന്ന് യാഴിബാധയിൽ ഉദ്ദേശിച്ച മനുഷ്യരാണ്. നിങ്ങൾ പറയുന്നു യാഴിബാധ ഉദ്ദേശം മനുഷ്യരാണ്, രണ്ടും ഒന്നല്ലേ? സലാം സുല്ലമി പറയുന്നു മനുഷ്യനെ സഹായിക്കാൻ ജിന്നുകൾക്ക് സാധിക്കില്ല, അങ്ങനത്തെ സംവിധാനമില്ല. നിങ്ങളും പറയുന്നു അങ്ങനത്തെ സബബേ ഇല്ല, രണ്ടും ഒന്നല്ലേ? അങ്ങനെ എണ്ണിയാണ് വായിച്ചു കൊടുത്തപ്പോ പിന്നെ അയാൾക്ക് മിണ്ടാട്ടില്ല. അപ്പൊ യഥാർത്ഥത്തിൽ അയാൾ ചാരനാണ് എന്നും മടവൂരിസം ഇവിടെ പ്രചരിപ്പിക്കാൻ വേണ്ടി കയറി വന്ന ആളാണ് എന്നും കൃത്യമായി നമുക്ക് സംവാദത്തിലൂടെ ബോധ്യമായി. അതുകൊണ്ട് നമ്മൾ പറഞ്ഞത് ഇവിടെ സബബല്ല പ്രശ്നം, മറിച്ച് നിങ്ങൾ ഇങ്ങോട്ട് വരാനുള്ള സബബെന്ത്, അതാണ് പ്രശ്നം. മാത്രവുമല്ല കാന്തപുരം മുസ്ലിയാർ ആയത്ത് ദുർവ്യാഖ്യാനിച്ചതുപോലെ ദുർവ്യാഖ്യാനിക്കുന്ന പണി ഈ സുല്ലമിക്ക് മാത്രമല്ല ഈ ഒരു കൂടാരത്തിലെ ഒട്ടുമിക്ക ആളുകൾക്ക് ഉണ്ട് എന്നതും തീർച്ചയാണ്. നമുക്കറിയാം ബഹുമാനായ അബ്ദുറഹ്മാൻ സലഫി തന്നെയും ആയത്തോതിയിട്ട് ഇല്ലാത്ത അർത്ഥം വെച്ചത്. ഫലാ തഖാഫൂഹും വഖാഫൂനി എന്ന ആയത്തോതിയിട്ട് പറഞ്ഞു സൂറത്ത് ആൽ ഇംറാനിലെ വചനം. ആ ആയത്തോതിയിട്ട് പറഞ്ഞുവല്ലോ നിങ്ങൾ പിശാചിനെ പേടിക്കേണ്ടതില്ല. അമാനി മൗലവി അടക്കം പറയാത്ത അർത്ഥം, ഖുർആൻ പരിഭാഷ എവിടെയും കാണാത്ത അർത്ഥം, മുഫസ്സിറുകൾ ആരും പറയാത്ത അർത്ഥം സ്വന്തം വക അർത്ഥം ഉണ്ടാക്കിയിട്ട് പറഞ്ഞു പിശാചിനെ പേടിക്കേണ്ടതില്ല. ഈ ആയത്തിന് ഇതേ അർത്ഥം ഇയാൾക്ക് മുമ്പ് അബ്ദുസ്സലാം സുല്ലമി വെച്ചിട്ടുണ്ട്. അന്ന് അബ്ദുസ്സലാം സുല്ലമിക്കെതിരെ ക്ലിപ്പിട്ടുകൊണ്ട് നാം നാട് നിങ്ങളെ ചോദ്യം ചെയ്തിറങ്ങി. അന്ന് ചോദ്യം ചെയ്യാൻ ഈ അനസ് മുസ്ലിയാരായിരുന്നുവല്ലോ മുമ്പിൽ ഉണ്ടായിരുന്നത്. അബ്ദുസ്സലാം സുല്ലമിക്ക് മുമ്പ് ചേകന്നൂരികൾ അവരുടെ മാസികയിൽ ഈ ഒരു ആയത്ത് കൊടുത്തിട്ട് ഇതേ അർത്ഥം വെച്ചിട്ടുണ്ട്. ഫലാ തഖാഫൂഹും വഖാഫൂനി എന്ന ആയത്ത് കൊടുക്കുകയും ശൈത്താനെ പേടിക്കേണ്ടതില്ല എന്ന് ചേകന്നൂരിൽ അർത്ഥം വെക്കുകയും ചെയ്തു. ആ ചേകന്നൂസത്തിന് കടമെടുത്തു സലാം സുല്ലമി അതേ അർത്ഥം വെച്ചു. ആ സലാം സുല്ലമിയുടെ ആശയം ഈ അബ്ദുറഹ്മാൻ സലഫി അർത്ഥം വെച്ചു. നമുക്കറിയാം, അത് നമ്മളൊക്കെ കണ്ടവരാണ്, നാട് നീളെ അത് നമ്മൾ പ്രചരിപ്പിച്ചതാണ്. ആ ക്ലിപ്പുകൾ നമുക്കെല്ലാം പരിചയമുള്ളതുമാണ്. യഥാർത്ഥത്തിൽ എന്താണ് ആയത്ത്? മുസ്ലിക്കീങ്ങളായ മക്കയിലെ മുസ്ലിക്കീങ്ങളായ ആളുകൾ പ്രവാചകനെതിരെ യുദ്ധസന്നാഹം ഒരുക്കുമ്പോൾ നാട് നമ്മൾ പ്രചരിപ്പിച്ചു, ഞങ്ങളെല്ലാം ഒരുങ്ങിയിട്ടുണ്ട്, എല്ലാവർക്കും നടത്തിയിട്ടുണ്ട്, ഇതോടുകൂടി മുഅ്മിനീങ്ങളുടെ മുസ്ലിമീങ്ങളുടെ മുഴുവനും ഇവിടെ ചോർന്നു പോകുമെന്ന് അവർ പ്രചരിപ്പിച്ചു. ഈ പ്രചാരണം ശക്തമായപ്പോൾ വിശ്വാസികളെ സമാധാനിപ്പിച്ചുകൊണ്ട് അല്ലാഹു തആല ആയത്തിറക്കി, ഇന്നമാ ദാലികും ശൈത്വാനു യുഖവിഫു ഔലിയാഅ. അത് പിശാച് അവന്റെ മിത്രങ്ങളെ കുറിച്ച് നിങ്ങളെ പേടിപ്പിക്കുകയാണ്. ഫലാ തഖാഫൂഹും, അതിനാൽ ആ മിത്രങ്ങളെ നിങ്ങൾ പേടിക്കേണ്ടതില്ല. വഖാഫൂനി, നിങ്ങൾ എന്നെ പേടിച്ചു കൊള്ളുക. ഈ മുശ്രിക്കീങ്ങൾ ശൈത്വാന്റെ മിത്രങ്ങളാണ്. അവരെ കുറിച്ച് നിങ്ങളുടെ മനസ്സിൽ വലിയ ഒരു ഭയം ഉണ്ടാക്കാനാ ശൈത്താൻ ശ്രമിക്കുന്നത്. നിങ്ങൾ ആ മുശ്രിക്കീങ്ങളെ പേടിക്കുകയേ വേണ്ട, നിങ്ങൾ എന്നെ പേടിച്ചാൽ മതി എന്ന ആയത്താണ് നിങ്ങൾ ശൈത്താനെ പേടിക്കണ്ട എന്ന് ദുർവ്യാഖ്യാനിച്ചു കൊണ്ടുവന്നത്. അതാണ് സാക്ഷാൽ ഖുറാഫിസം, അതാണ് സാക്ഷാൽ കാന്തപുരത്തിന്റെ ശൈലി. കോഴിക്കോട് ജില്ലയിൽ നിന്ന് തന്നെയുള്ള ഒരു പ്രസംഗത്തിൽ നമ്മൾ ശ്രദ്ധിച്ചതാണ്. ആയത്തോതിയിട്ട് പറഞ്ഞു ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ എന്ന ആയത്തോതിയിട്ട് നാമാണ് ഇതിനിറക്കിയത്, നാം സംരക്ഷിക്കുമെന്ന ആ ആയത്തോതിയിട്ട് പറഞ്ഞു ഈ സംഘടനയെ അല്ലാഹ് ഇറക്കിയതാണ്, അത് അല്ലാഹ് സംരക്ഷിക്കും. ഈ സംഘടനയെ അല്ലാഹ് ഇറക്കിയതാണ്, അത് അല്ലാഹു സംരക്ഷിക്കും എന്ന് പറഞ്ഞിട്ട് അതിന് ആയത്തോതിയത് ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. അത്തരം ആളുകളാണ് ഇപ്പൊ പറയുന്നത് ഫൈസൽ മുസ്ലിയാർ കാന്തപുരത്തിനെ പോലെയാണ്, നൗഷാദിനെ പോലെയാണ് എന്ന ഈ കുപ്രചാരണം ഞാനത് പരലോകത്തേക്ക് മാറ്റിവെക്കുന്നു. ഇൻഷാ അല്ലാഹ് അവിടെ നിന്ന് കൃത്യമായി അതിന് പലിശ അടക്കം ഇൻഷാ അല്ലാഹ് ഞാൻ വാങ്ങുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഏതായിരുന്നാലും സൂചിപ്പിക്കാനുള്ളത് ഈ ഒരു സംഭവത്തോടു കൂടി ഈ അബ്ദുൽ നാസർ സുല്ലമി കൊണ്ടുവന്ന ഈ സബബ് എന്ന വാദം നമുക്കറിയാം, അദ്ദേഹത്തിൽ അയാളുടെ കണ്ടുപിടുത്തുന്നില്ല.
അങ്ങനെ കണ്ടുപിടിക്കാൻ മാത്രമുള്ള ബുദ്ധിയും തൻ്റെ ഇടം അയാൾക്ക് ഇല്ലതാനോ. അയാൾക്കതിന് പിന്നിൽ പ്രവർത്തിച്ച ചില പ്രേരക ശക്തി ഉണ്ട്. നിലമ്പൂർ അത്തിക്കാട്ടിൽ നിന്ന് വന്ന ഒരു തലയാണ് യഥാർത്ഥത്തിൽ പിന്നിലുള്ളത് എന്ന് നമുക്കറിയാം. സംഭവം കൃത്യമായി ശ്രദ്ധിച്ച ആൾക്കറിയാം. അതിൽ ഒന്ന് രണ്ട് സ്ഥലത്ത് നാം സൂചിപ്പിക്കുകയും ചെയ്തു. അത്തിക്കാട്ടിൽ നിന്ന് കിട്ടിയ സബബ് എന്ന് പ്രത്യേകം പറഞ്ഞിട്ട് അയാൾ അല്ലെന്ന് പറഞ്ഞില്ല, നിഷേധിച്ചില്ല. സംഘടന തിന്മയാണെന്ന് പറഞ്ഞ് സംഘടനക്കെതിരെ ഇത്രയും കാലം ഇറങ്ങിത്തിരിച്ചൊരു മനുഷ്യൻ, നിലമ്പൂർ അത്തിക്കാട്ട് താമസിക്കുന്ന മനുഷ്യൻ, അയാള് ഇപ്പൊ ഇവരെ കൂടെ ഇറങ്ങി കൊടുത്തിട്ട് അവർക്കെല്ലാം ഒത്താശം ചെയ്ത് കൊടുക്കുക. സാലിസ് വാടനപ്പള്ളിയുമായുള്ള പന്നിപ്പാള സംവാദം, അതിന്റെ മുമ്പും സാലിസ് വാടനപ്പള്ളി അയാളുടെ വീട്ടിൽ ചെല്ലുകയും അയാളുമായി മണിക്കൂറുകൾ സംസാരിക്കുകയും ഈ വിഷയത്തിൽ അയാളുടെ സഹായം സ്വീകരിക്കുകയും ചെയ്തു എന്നത് കൃത്യമായ തെളിവ് സഹിതം നമുക്ക് തെളിഞ്ഞിട്ടുണ്ട്. ഈ നാസർ സുല്ലമിക്കും കിട്ടിയത് ആ ഒരു മംഗളക്കാരനായ ആളിൽ നിന്ന് തന്നെയാണ് എന്നതും തർക്കമില്ലാത്ത വിധം ഇവിടെ ബോധ്യമാവുകയാണ്. അത്തിക്കാട്ടിന് കിട്ടിയ സബബ് എന്ന് ആവർത്തിച്ച് ഞാൻ പറഞ്ഞെങ്കിലും അല്ലെന്ന് പറയാനോ നിഷേധിക്കാനോ അയാൾ സന്നദ്ധനായില്ല. അപ്പോൾ ഇത്തരം ആളുകളുടെ ഈ ഗൂഢശക്തികളുടെ പരസ്പര ബന്ധങ്ങളാണ് നാം ഇവിടെ കാണുന്നത്. ഇവർക്കൊന്നും ദീനല്ല പ്രശ്നം, സംഘടന തിന്മയാണെന്ന് പറഞ്ഞ് രംഗത്തിറങ്ങിയപ്പോൾ ചിലരെങ്കിലും തെറ്റിദ്ധരിച്ചു ഇയാൾ ദീനിനെ സംരക്ഷിക്കാമെന്നതാണ്, ഈ സംഘടനാ പക്ഷപാതിത്വത്തിലൂടെ ദീന നഷ്ടപ്പെടുമോ എന്ന ഭയമാണ് എന്ന് തെറ്റിദ്ധരിച്ച ആളുകൾ, അവർക്കും ഇപ്പം ഏകദേശം കാര്യങ്ങൾ ബോധ്യമായി. ഇയാൾക്കും താല്പര്യം ദീനൊന്നുമല്ല, അതിനപ്പുറം മറ്റു പല താല്പര്യങ്ങളും ഉണ്ട് എന്ന് അയാൾക്കും ബോധ്യമാവുകയാണ്. ഏതായിരുന്നാലും ഇപ്പൊ ഈ വിഷയത്തിൽ സംവാദം നടത്താൻ വരാനുള്ള ഏറ്റവും വലിയ ആള് ഈ നാസർ സുല്ലമിയാണ് നമുക്കിപ്പോൾ മനസ്സിലായി. കാരണം നമ്മളൊക്കെ വിചാരിച്ചിരുന്നു ഹനീഫ് കായക്കൂടി ഉണ്ടല്ലോ, ഹംസബാക്കവി ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ അത്യാവശ്യം കുറച്ചിലേക്ക് കാര്യബോധങ്ങൾ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ അവരൊക്കെ നാസർ സുല്ലമിക്ക് കിതാബ് എടുത്തു കൊടുക്കാൻ മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് ഇത് മനസ്സിലായി. അപ്പൊ പിന്നെ വലിയ ആലിം ഇപ്പൊ നാസർ സുല്ലമിയാണ്. ഇനിയിപ്പോ അതിനപ്പുറമുള്ളത് ഈ പ്രശ്നമെല്ലാം ഉണ്ടാക്കാൻ മുമ്പിലേക്ക് ഇറങ്ങിയ സാക്ഷാൽ ഏറ്റവും വലിയ ഷെയ്ഖ് അയാൾ തന്നെയുള്ളത്. ഇനി ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഈ ഒരു വിഷയത്തിലോ യാഴിബാധ വിഷയത്തിലോ ഇനി വേണ്ട ഈ ഇസ്തിംതാഇന്റെ ആയത്ത് ഞാൻ ദുർവ്യാഖ്യാനിച്ചു വന്നാലോ ആ ഒരു വിഷയം വെച്ചിട്ടോ ഒരു സംവാദത്തിന് ഒരു ചർച്ചയ്ക്ക് സാക്ഷാൽ അബ്ദുറഹ്മാൻ സലഫി തയ്യാറുണ്ടോ? ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് നോക്കാം. ഏത് വിധേനയും എങ്ങനെയുമാകാം. ഇവ ഉണ്ടാക്കിയ വ്യവസ്ഥ പ്രകാരമാണോ അങ്ങനെ ആകാം, അതല്ല പരസ്യമായിട്ട് വേണോ അങ്ങനെയും ആകാം. ഇടവണ്ണ പോലുള്ള, പുളിക്കനെ പോലുള്ള, അരീക്കോട് പോലുള്ള, ഒതായി പോലുള്ള ഒരു മുജാഹിദ് മഹലിൽ പരസ്യമായി വേദി സംഘടിപ്പിച്ച് ആ മുജാഹിദുകൾക്ക് മുഴുവനും പങ്കെടുക്കാവുന്ന രൂപത്തിൽ ലക്ഷക്കണക്കായ മുജാഹിദുകൾ പങ്കെടുക്കട്ടെ, എല്ലാവരും സാക്ഷിയാക്കി ഒരു സംവാദത്തിന് അബ്ദുറഹ്മാൻ സലഫി തയ്യാറുണ്ടോ? ഇൻഷാ അല്ലാഹ് ഞങ്ങൾ ഒരുക്കമാണ്. ഇനി നമുക്ക് അത് ആവശ്യം. ഏതായാലും കായക്കുടി കഴിയാൻ ഉറപ്പായി, ഹംസവാക്കളി വന്നൊരു കാര്യമില്ലാന്ന് ഉറപ്പായി. ഒരാകെ വന്നത് എന്തിനാ? കിതാബ് എടുത്തു കൊടുക്കാൻ മാത്രം. അപ്പൊ നാസർ സുല്ലമി എന്ന മടവൂരിച്ചാലിന് കിതാബ് എടുത്തു കൊടുക്കാനെ ഇവരെയൊക്കെ പറ്റുള്ളൂ എന്നത് അവർക്ക് തന്നെ ബോധ്യമായി. അതുകൊണ്ട് ആ സമാപനത്തിന് അവസാനം ഞാൻ സൂചിപ്പിച്ചത് ഹനീഫ് കായക്കുടിക്ക് ഗതി വരാൻ പാടില്ലായിരുന്നു. പക്ഷേ ഹക്ക് വിട്ടു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയാണല്ലോ, ആകാശത്ത് നിന്ന് വീണവനെ പോലെ എന്ന പ്രയോഗം നമ്മളവിടെ കൃത്യമായി കാണുകയാണ്. പിന്നെ എന്താ ചെയ്യുക, അങ്ങോട്ടോ പോവുക, ഒരു പിടുത്തമില്ല. അപ്പൊ അതുകൊണ്ട് ഇനി ആകെ ബാക്കിയുള്ളത് സാക്ഷാൽ അബ്ദുറഹ്മാൻ സലഫിയാണല്ലോ. അദ്ദേഹം തന്നെ ഒരുക്കണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഏറ്റെടുക്കാം. ഏത് നിലക്കും സ്വകാര്യമായിട്ടോ പരസ്യമായിട്ടോ ഏത് നിലക്കാലും വേണ്ടില്ല. അബ്ദുറഹ്മാൻ സലഫി തയ്യാറുണ്ടെങ്കിൽ അദ്ദേഹത്തോട് ആ നിലയ്ക്ക് ഏറ്റുമുട്ടാൻ ഞങ്ങളൊക്കെ തയ്യാറാണ്. ഒന്നുകിൽ ഈ ചർച്ച ചെയ്യപ്പെട്ട വിഷയം തന്നെ ഈ നാസർ സുല്ലമിക്ക് അയാൾക്ക് വേണ്ടത്ര പറയാൻ കഴിഞ്ഞ എന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടല്ലോ, അത് അയാളുടെ ഒരു പോരായ്മ കൊണ്ടാണ്, അയാളുടെ പിടിപ്പുകൾ കൊണ്ടാണ് എന്നാണെങ്കിൽ പിടുത്തമുള്ളവൻ വരട്ടെ, നമുക്ക് നോക്കാം. ഇനി അല്ലെ യാഴിബാധ ചർച്ച ചെയ്യാൻ തയ്യാറുണ്ടോ? നമുക്ക് ചർച്ച ചെയ്യാം. അതുമല്ല ഇസ്തിംതാഇന്റെ ഈ ഒരു ആയത്ത് ഞാൻ ദുർവ്യാഖ്യാനിച്ചു എന്നാണോ? ചർച്ച ചെയ്യാം. അതിൽ മാത്രം വെച്ചിട്ട് നമുക്ക് സംവാദം നടത്താം. സാക്ഷാൽ അബ്ദുറഹ്മാൻ സലഫി വരണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. അല്ലാതെ നിങ്ങളുടെ ചില താല്പര്യങ്ങൾ, സംഘടന നശിപ്പിക്കാനുള്ള ചില സ്വാർത്ഥമായ താല്പര്യങ്ങൾ, അത് മറച്ചു വെക്കാൻ വേണ്ടി ഈ വക ശിർക്കാരോടുമായി ഇറങ്ങല്ല എന്നാണ് ഇനിയും സൂചിപ്പിക്കാനുള്ളത്. ഹുസൈൻ സലഫി അടക്കമുള്ള, അതേപോലെ സക്കരിയ സ്വലാഹിയെ പോലുള്ള, മുജാഹിദ് ബാലുശ്ശേരിയെ പോലെയുള്ള പ്രഗത്ഭരായ നമ്മുടെ പ്രഭാഷകന്മാർ, എന്തിനേറെ കരുവള്ളി മുഹമ്മദ് മൗലവി പോലും നമ്മുടെ പ്രസ്ഥാനത്തിൽ ബഹുമാനായ എ പി അബ്ദുൽ ഖാദിർ മൗലവിയോളം സ്ഥാനമുള്ള, ചില ഘട്ടങ്ങളിൽ അദ്ദേഹത്തെക്കാളേറെ ബഹുമാന്യരായി നമ്മിൽ പലരും കാണുന്ന, ഏകദേശം 100 വയസ്സോളം എത്തിയ ബഹുമാന്യനായ കരുവള്ളി മുഹമ്മദ് മൗലവി, അദ്ദേഹം ഇവരുടെ കുതന്ത്രങ്ങളെ ചോദ്യം ചെയ്തുവെന്ന ഒറ്റക്കാലത്താലാണല്ലോ സംസ്ഥാന എക്സിക്യൂട്ടീവിൽ നിന്ന് കരുവള്ളി ഔട്ടായത്. ഇപ്പൊ കരുവള്ളിക്ക് എക്സിക്യൂട്ടീവ് സ്ഥാനമില്ല. അരനൂറ്റാണ്ടിലേറെക്കാലമായി നമ്മുടെ സംസ്ഥാന സമിതിയിൽ തന്നെ ഒരു വലിയ സാന്നിധ്യമായിരുന്ന കരുവള്ളി മുഹമ്മദ് മൗലവി, ആ കരുവള്ളി മുഹമ്മദ് മൗലവി അത് ഔട്ടാവുന്നു. അതേസമയം കെ വി അബ്ദുൽ ലത്തീഫ് മൗലവിയും, അതേപോലെ
ഡോക്ടർ സുൽഫിക്കറുടെയും MT അബ്ദുൽ സമദ് സുല്ലമിയും അടക്കമുള്ള ആളുകളൊക്കെ ആ എക്സിക്യൂട്ടീവ് കയറുകയും ചെയ്യുന്നു. അതുപോലെ PN അബ്ദുൽ ലത്തീഫ് മദനി നമ്മുടെ പ്രസ്ഥാനത്തിൽ ഒരിക്കലും കഴിഞ്ഞ ചരിത്രത്തിൽ മാറ്റി നിർത്താൻ കഴിയാത്ത ഒരു സാന്നിധ്യമായിരുന്നുവല്ലോ. എന്റെ PN ഇപ്പോൾ പലർക്കും അരോചകമായി മാറിയത്. അങ്ങനെയുള്ള പ്രഗത്ഭരായ പലരെയും മാറ്റി നിർത്തിയിട്ട് തങ്ങളുടെ സ്വാർത്ഥമായ വഴിയിലേക്ക് കൊണ്ടുപോകണമെന്ന താല്പര്യം അതൊരിക്കലും അംഗീകരിക്കില്ല എന്ന് തന്നെയാണ് ആവർത്തിച്ച് പറയാനുള്ളത്. യഥാർത്ഥത്തിൽ ശിർക്ക് ഇങ്ങോട്ട് ആരോപിച്ച ആളുകൾ അവർ തന്നെയാണ് ശിർക്കിലുള്ളത് എന്ന് കൂടി ഈ സംവാദത്തിൽ നമുക്ക് മനസ്സിലായി. നമ്മൾ ആ സംവാദത്തിൽ കൃത്യമായി പറഞ്ഞു, അഭൗതികമായ സഹായം റബ്ബിൽ നിന്നേ കിട്ടുമെന്ന് ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണമാണ്. പക്ഷേ ഇപ്പൊ നിങ്ങൾ എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്യുന്നു ജിന്നുകളുടെ സഹായം അഭൗതികമാണ് എന്ന്. കഴിഞ്ഞ ഫെബ്രുവരി 22-ാം തീയതി ഇറങ്ങിയ വിചിന്തനം വാരികയിൽ EKM പൊന്നൂർ അങ്ങനെ തന്നെ എഴുതി, ജിന്നുകളുടെ സഹായം അഭൗതികമാണ്. ജിന്ന അഭൗതികം എന്നല്ല, ജിന്നുകളുടെ സഹായം അഭൗതികമാണ് എന്ന് തന്നെ എഴുതി. അതോടുകൂടി നിങ്ങളാണ് ശിർക്കിലകപ്പെട്ടത്, അതുകൊണ്ട് മുജാഹിദുകളെ ആ ശിർക്കിലേക്ക് നിങ്ങൾ കൊണ്ടുപോകല്ല എന്ന് വിഷയാവതരണത്തിലും സമാപനത്തിലുമെല്ലാം ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടും ഒരക്ഷരം അതേക്കുറിച്ച് പറയാൻ അവർക്ക് സാധിച്ചില്ല. അതുപോലെ വാടനപ്പള്ളി സാവിഷുമായി നടന്ന പന്നിപ്പാട സംവാദത്തില് സാവിഷ് സമ്മതിച്ച ഒരു ഭാഗമുണ്ടായിരുന്നു. അഥവാ ഇലാജിന്റെ സമയത്ത് റുഖിയയുടെ സമയത്തുള്ള ഇസ്തിആനത്ത്, ജിന്നോട് സഹായം ആവശ്യപ്പെടൽ, അതിൽ 2 തരമുണ്ട്, ശിർക്കായതുണ്ട്, വസീലയായതുണ്ട്. എങ്ങനെ ഇത് രണ്ടും എവിടെയാണ് വേർതിരിയുന്നത്, എന്താ മാനദണ്ഡം എന്ന് ചോദിച്ചപ്പോൾ അന്ന് സാലിഷ് പറഞ്ഞു, മുഗയ്യബാത്ത് ചോദിച്ചാൽ ശിർക്കാണ്, ഗൈബായ കാര്യങ്ങൾ ചോദിച്ചാൽ ശിർക്കാണ്, അല്ലെങ്കിൽ വസീലയാണ് എന്ന് അയാൾ അവിടെ ഒറ്റവാക്കിൽ സമ്മതിച്ചു പോയി. ഇവിടെ നമ്മൾ ചോദിച്ചു, അവിടെ സാലിഷ് ഇങ്ങനെ സമ്മതിച്ചിരുന്നു, അത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഏത് ആയത്താണ് നിങ്ങൾക്ക് അതിന് പ്രമാണം, ഏത് ഹദീസാ പ്രമാണം, അതിന് ഏത് സ്വഹാബിയും താബിഴും താബിഴുമാ അങ്ങനെ വിശദീകരിച്ചത്? അംഗീകരിക്കുന്നില്ലെങ്കിൽ അത് ഏത് ആയത്തിനായി എതിര്, ഏത് ഹദീസിനായി എതിര്, ആരാ അങ്ങനെ വ്യാഖ്യാനിച്ചത്? മിണ്ടിയില്ല അയാള്. അംഗീകരിക്കുന്നുവെന്നോ ഇല്ല എന്നോ പറയാൻ തയ്യാറായില്ല. കേൾക്കാത്തതുപോലെ രക്ഷപ്പെടുകയാണ് നാസസുല്ലമി ചെയ്തത്. ഏതായിരുന്നാലും ഇൻഷാ അല്ലാഹ് മുജാഹിദ് പ്രസ്ഥാന ചരിത്രത്തിൽ ഒരു വലിയ ഒരു ചരിത്രമായി രേഖപ്പെടുത്തപ്പെടുകയാണ് ഈ ഒരു കോഴിച്ചന സംവാദം. മണ്ണാർക്കാട് സംവാദത്തിന് ശേഷം മുജാഹിദുകൾക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു വിജയമായി, ഹക്കിന്റെ ഭാഗത്തിന് കിട്ടിയ ഏറ്റവും വലിയ വിജയമായി നാം ഇതിനെ കാണുന്നു. ഞങ്ങൾ ഒരാളുടെയും കഴിവല്ല, നമ്മുടെ ആരുടെയും പവറല്ല, മറിച്ച് പ്രമാണം കയ്യിലുണ്ട് എന്ന, ഹക്ക് കയ്യിലുണ്ട് എന്ന ആ ഒരൊറ്റ കാര്യം മാത്രമാണ് ഈ രൂപത്തിൽ റഹ്മാനായ റബ്ബ് നമ്മളെ സഹായിക്കാൻ കാരണമായത് എന്ന് ഞങ്ങൾക്ക് ഉറച്ചു വിശ്വസിക്കുന്നു. 10,000-ങ്ങളായ മുജാഹിദുകളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും ഇതിൽ വേദനിക്കുന്ന ധാരാളം ആളുകളുടെ പ്രാർത്ഥനയും ഇതിൽ സത്യം വെളിപ്പെട്ടിട്ട് 11-ാം തീയതി കഴിഞ്ഞിട്ട് വേണം ഇതൊന്ന് കൃത്യമായി ഒന്ന് മനസ്സിലാക്കാൻ എന്ന് ചിന്തിക്കുന്ന ഒരുപാട് മനുഷ്യന്മാർ, അവിടെയൊക്കെ ദുആകൾ, ആ ദുആകൾ തന്നെയാണ് ഇത്ര കൃത്യമായി ഹക്ക് ബോധ്യപ്പെടാവുന്ന രൂപത്തിൽ ഈ സംവാദം നടത്താൻ നമുക്ക് സാധിച്ചത് എന്ന കാര്യത്തിൽ സംശയമില്ല. ബഹുമാനായ MM അക്ബർ സാഹിബ് തിരൂരിൽ വെച്ച് നടത്തിയ പ്രഖ്യാപനമാണ് ഞാൻ ഓർക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, ഇൻഷാ അല്ലാഹ് 11-ാം തീയതിയോടുകൂടി എല്ലാം തീരുമാനമാകും, എല്ലാം ക്ലിയർ ആകും, പിന്നെ ഇവിടെ പ്രശ്നം ഉണ്ടാവില്ല എന്ന് അക്ബർ സാഹിബ് തിരുവനന്തപുരം വെച്ച് പ്രസംഗിച്ചപ്പോൾ എനിക്ക് പോലും തോന്നിയിട്ടില്ലായിരുന്നു ഇത് ഇത്ര കൃത്യമായി അത് പുതിരുമെന്നുള്ളത്. ഇപ്പൊ അത് പുലർന്നിരിക്കുകയാണ്. ആ 11-ാം തീയതി കൂടി എല്ലാ പ്രശ്നവും തീർന്നു. ഇനി ആർക്കും സംശയമില്ല, ഇനി ആർക്കും ആശങ്കയില്ല. കൃത്യമായി എന്താണ് ഇതിന് പിന്നിലുള്ള ലക്ഷ്യമെന്നും, എന്താ ഈ സബബ് എന്നും, എവിടെയാണ് ഇതൊക്കെ കൊണ്ടുവന്നതെന്നും, ഇത് കൊണ്ടുവരാനുള്ള സബബ് എന്താണ് എന്നും എല്ലാം ആളുകൾക്ക് മനസ്സിലായി കഴിഞ്ഞു. അതുകൊണ്ട് ഇത് ഇൻഷാ അല്ലാഹ് ഈ ഒരു CD നാം പരമാവധി പ്രചരിപ്പിക്കുക. എല്ലാവരും കാണട്ടെ, എല്ലാവരും കേൾക്കട്ടെ, ആളുകൾ തീരുമാനിക്കട്ടെ, ഹക്കായി മനസ്സിലാക്കട്ടെ. തുടർന്നുള്ള കാലങ്ങളിൽ നാം ഇനിയും അള്ളാഹുവിന്റെ ദീന് ആത്മാർത്ഥമായി ഇഖ്ലാസോടുകൂടി നാം ഇത് ദഅവത്ത് നടത്താൻ, പ്രബോധനം ചെയ്യാൻ നാം ഇറങ്ങിത്തിരിക്കുക. നമുക്ക് മറ്റു താല്പര്യങ്ങൾ യാതൊന്നുമില്ല. നമുക്ക് വിജയിക്കണമെന്നോ മുമ്പിൽ നിൽക്കണമെന്നോ ഒന്നുമുള്ള താല്പര്യങ്ങൾ നമുക്ക് ആർക്കുമില്ല, അത് ഉണ്ടാവേണ്ടതുമില്ല. അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി ഇഖ്ലാസോടുകൂടി ആത്മാർത്ഥമായി പ്രവർത്തിക്കാൻ മാത്രം നാം തയ്യാറാവുക. ആ ദഅവ സംരംഭങ്ങളിൽ ഏതെല്ലാം നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നുണ്ടോ അതെല്ലാം നമ്മൾ ഉപയോഗപ്പെടുത്തുക. എല്ലാ മേഖലയും, അത് ഖുർആൻ ക്ലാസ്സിലാണെങ്കിലും, അത് ഖുതുബയാണെങ്കിലും, അത് വഅദാണെങ്കിലും, അത് മുഖാമുഖമാണെങ്കിലും, അത് വാദപ്രതിവാദമാണെങ്കിലും, അല്ലാഹുവിന്റെ ദീൻ പഠിപ്പിക്കാൻ എന്തെല്ലാം സംവിധാനമുണ്ടോ ആ സംവിധാനങ്ങളെല്ലാം
നമ്മൾ ഉപയോഗപ്പെടുത്തുക. പലപ്പോഴും ക്ലാസ്സുകൾ മുടക്കാൻ ഇപ്പോൾ ഇവർ വന്നുകൊണ്ടിരിക്കുന്നു, ദഅവത്ത് മുടക്കാൻ വന്നുകൊണ്ടിരിക്കുന്നു, എല്ലാം മുടക്കാൻ എന്തിനേറെ ആയിരക്കണക്കായ വിദ്യാർത്ഥികൾക്ക് വെളിച്ചമേകുന്ന പ്രോഫ്കോൺ പോലും മുടക്കാൻ വേണ്ടി തൊട്ട് തലേ ദിവസം പോലും SP ഓഫീസിൽ പോയി എഴുത്തികാഫ് എന്ന സംഭവമാണല്ലോ സംസ്ഥാന നേതാക്കന്മാരിൽ നിന്ന് നമ്മൾ കണ്ടത്. അവസാനം എളുപ്പരായി ഇറങ്ങിപ്പോയിട്ട് ഈ പ്രോഫ്കോൺ ജിന്ന് പറയാനാണ്, ജിന്ന് പ്രചരിപ്പിക്കാനാണ് എന്ന് പറഞ്ഞ ആളുകൾ യഥാർത്ഥത്തിൽ അവർ നടത്തിയ പ്രോഫ്കോൺ പോപ്കോണായി പോയി എന്നാണ് വസ്തുത. പക്ഷെ അവിടെയാണ് കാര്യമായി നമ്മൾ ജിന്നുമായി ബന്ധപ്പെട്ട ചർച്ച കണ്ടത്. 3 ദിവസം ഒന്നാകെ ജിന്നു മാത്രം. അത് കേട്ട് മടുത്തിട്ട് അവിടെ ഇറങ്ങിപ്പോന്ന് നമ്മുടെ പ്രോഫ്കോണിൽ വന്ന കുട്ടികൾ പോലും ഉണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതേസമയം നമ്മുടെ സാക്ഷാൽ ഔദ്യോഗിക പ്രോഫ്കോണിലോ ആ പ്രോഫ്കോണിൽ ജിന്നുമായി ബന്ധപ്പെട്ട ചർച്ച കാര്യമായി വന്നതേ ഇല്ല. ഓപ്പൺ ഫോറത്തിൽ തുറന്ന സംശയ നിവാരണ വേദിയിൽ ആ ചോദ്യം വന്നപ്പോൾ അതിന് മറുപടി പറഞ്ഞു എന്നല്ലാതെ അല്ലാത്ത ഒരു സെഷനിലും നാം ജിന്ന് ചർച്ച ചെയ്തതേ ഇല്ല. ദീൻ കൃത്യമായി പഠിപ്പിച്ചു, വിദ്യാർത്ഥികൾക്ക് ബോധ്യമായി. വിദ്യാർത്ഥികൾക്ക് ശേഷം നമ്മെല്ലാം വിളിക്കുകയും നമുക്കെല്ലാം അയച്ച മെസ്സേജുകളും എല്ലാം പരിശോധിച്ചാൽ ആ കാര്യം കൃത്യമാണ്. പക്ഷേ ഇത്തരം ദഅവ സംരംഭങ്ങളെ മുടക്കാൻ, ദഅവത്ത് മുടക്കാൻ, വഅദ് മുടക്കാൻ, ക്ലാസ് മുടക്കാൻ, ഖുത്ബയിൽ നിന്ന് ഖതീബുമാരെ മാറ്റി നിർത്താൻ വരെയുള്ള ശ്രമങ്ങൾ നടക്കുന്നുവെങ്കിൽ അതെല്ലാം ജനങ്ങൾ തിരിച്ചറിയുക, നാം ദീനുമായി മുന്നോട്ടിറങ്ങുക. ഇൻഷാ അല്ലാഹ് കൃത്യമായി ഇവിടെ എന്താണ് ഈ വിഷയത്തിലുണ്ടായത് എന്ന് ഈ സംവാദത്തിലൂടെ നമുക്ക് ബോധ്യമായിരിക്കണം. അൽഹംദുലില്ലാഹ്, റബ്ബിനെ സ്തുതിക്കുക. ഇനിയും ഈ രംഗത്ത് മുന്നേറാനുള്ള തൗഫീഖും ഈമാനും ഇൽമും ധൈര്യവും എല്ലാം ഉണ്ടാകാൻ വേണ്ടി നമുക്കെല്ലാവർക്കും, നമ്മുടെ എല്ലാ ദാഴ്മാർക്കും വേണ്ടി എല്ലാവരും ദുആ ചെയ്യുക. അല്ലാഹു തആല നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. സത്യം ഉൾക്കൊണ്ട് അത് ജീവിതത്തിൽ പാലിക്കാനും പ്രചരിപ്പിക്കാനുമുള്ള തൗഫീഖും വിജ്ഞാനവും ആരോഗ്യവും തൻ്റെ ഇടവും ധൈര്യവും റഹ്മാനായ റബ്ബ് നമ്മുടെ മുഴുവൻ ദാഴിമാർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബന ആതിന ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ. ربنا تقبل منا ربنا تقبل منا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وصلى الله وسلم على محمد وآله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. السلام عليكم. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, നാട്ടുകാരെ, നമ്മുടെ പരിപാടിയോടെ അവസാനിക്കുകയാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ആളുകൾ ആരെങ്കിലും വരെ നന്ദി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പറഞ്ഞ് നമുക്ക് പിരിച്ചുവിടാവുന്നതാണ്. കാര്യങ്ങളൊക്കെ വിലയിരുത്തേണ്ടത് കേട്ടവരും മറ്റുള്ളവരുമാണ്. അള്ളാഹു അതിന് നല്ല തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും. ഇവിടെ ഈ സംവാദം സംഘടിപ്പിച്ച കോയിച്ചൈനിലെ KNM യൂണിറ്റിലെ പ്രവർത്തകർക്കും അത് നല്ല രീതിയിൽ അവസാനം വരെ വീക്ഷിക്കുകയും നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്ത എല്ലാ പ്രവർത്തകർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഈ സംവാദം ഇവിടെ ഈ വിഷയം അവതരിപ്പിച്ച ഫൈസൽ മുസ്ലിയാർക്കും നാസർ സുല്ലമിക്കും അവരോടൊപ്പമുള്ള സഹ പണ്ഡിതന്മാർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ